നാളെ നീ മരിക്കില്ല എന്ന് നീ ഓർക്കുന്നുണ്ടോ? ഇന്നലകൾ നിന്നോടൊപ്പം കഴിഞ്ഞുകൂടിയിരുന്ന കുടുംബം ഇന്ന് നിന്റെ ചാരത്തുണ്ടോ എന്ന് ചിന്തിക്കിൻ. നിന്റെ വാപ്പ എവിടെ? നിന്റെ ഉമ്മ എവിടെ? ഈ നാട്ടിലുള്ളവർക്ക് മുഴുവനും ആത്മീയമാകുന്ന പരപരത്തിയ പതിയാങ്കര ഉസ്താദ് മരണപ്പെട്ടു പോയില്ലേ? എത്രയെത്ര സാലിഹീങ്ങൾ പല്ലന ഉസ്താദ് മരണപ്പെട്ടു പോയില്ലേ? വൈരിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർഖദഹും അവരൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ? എത്ര നല്ല സാലിഹീങ്ങളുടെ നാടാണ്. എത്രയെത്ര സാലിഹീങ്ങൾ മൺമറഞ്ഞു പോയി. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹോദരി നാളെ നമ്മളും ഈ ലോകത്ത് നിന്ന് വിടപെടേണ്ടവരാണ്. അതുകൊണ്ട് നിന്റെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ നിർത്തി. ഒരു പുതുവർഷ പുലരിയിലേക്ക് നീ എത്തിയിരിക്കുന്നു. ഇനിയെങ്കിലും നീ നന്നാവൻ. ഇനിയെങ്കിലും ഒരു മാറ്റം വരട്ടെ. നിന്റെ ആയുസ് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 30, 40, 50, 60, 70 വയസ്സുകൾ കഴിഞ്ഞ് നിന്റെ ജീവിതത്തിൻ്റെതാകുന്ന അറ്റത്തിലേക്ക് എത്തി. നിന്റെ താടി രോമങ്ങളും രോമകൂപങ്ങളും ഒക്കെ നരച്ചു തുടങ്ങി. മരണത്തിലേക്കുള്ള അടയാളം, അതിന്റെ ഏറ്റവും വലിയതാകുന്ന വ്യക്തമായ മുദ്ര നിന്റെ മുഖത്ത് തന്നെ കാണുന്നു. നിന്റെ മീശ നരച്ചു, നിന്റെ താടി രോമങ്ങൾ നരച്ചു, നിന്റെ തലമുടിയിലെ രോമകൂപങ്ങൾ നരച്ചു. ഇനി നീ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ സമ്പത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. എന്നെ എല്ലാ ദിവസവും മരണത്തെ കുറിച്ച് നീ മുന്നറിയിപ്പ് നൽകണേ. എവിടെ വെച്ച് കണ്ടാലും മരണത്തെ കുറിച്ച് അറിയിപ്പ് നൽകണേ. ഉമറേ, നീ മരിക്കേണ്ടവനാണ് എന്ന് എന്നെ കാണുമ്പോൾ നീ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിലൂടെ എനിക്ക് ആഖിറം ചിന്തിക്കാനാണ്, മരണത്തെ കുറിച്ച് നന്നാവാനാണ്, അത് ഓർത്തുകൊണ്ട് പരലോകത്തിന് വേണ്ടി പ്രയത്നിക്കാനാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ മനുഷ്യൻ? ഒരു കാലഘട്ടത്തിൽ ശത്രുക്കളുടെ വാക്ക് കേട്ടുകൊണ്ട് വാളെടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ തല വിച്ഛേദിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാകുന്ന മനുഷ്യനല്ലേ? അവസാനം ഹിദായത്തിന്റെ പരിശുദ്ധമായ വെളിച്ചം, പരിശുദ്ധമായ ഖുർആൻ സൂറത്തു താഹയിലൂടെ ഹൃദയത്തിന്റെ വരാതലങ്ങളിലേക്ക് കയറിയപ്പോ അദ്ദേഹം ഈമാനിന്റെ പരിപൂർണ തലത്തിലേക്ക് എത്തുകയാണ്. എനിക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്ത നൽകാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ നീ വന്നുകൊണ്ട് ഉമറേ, നീ മരിക്കേണ്ടവനാണെന്ന് പറയണേ. അതിനുവേണ്ടി നിനക്ക് ഞാൻ ശമ്പളം നൽകുകയാണ് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി, മാസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അദ്ദേഹം വന്നുകൊണ്ട് മരണത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന് ശമ്പളം പരിപൂർണമായി കൊടുത്തിട്ട് പറയുകയാണ്, നാളെ മുതൽ എനിക്ക് നീ ഉപദേശം നൽകേണ്ടതില്ല, നിർദ്ദേശം നൽകേണ്ടതില്ല. എന്ത് പറ്റി ഉമറേ? മരണത്തെ കുറിച്ചുള്ള ഭയപ്പെടുത്തൽ കുറഞ്ഞു പോയത് കൊണ്ടാണോ? ആയാത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് നാളെ മുതൽ ഞാൻ വന്നുകൊണ്ട് വാദ പറയാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സഹോദരനെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, നിന്റെ വാദ പൂർണ്ണമാണ്, നിനക്ക് വാദ ഇനി ആവശ്യമില്ല. കാരണം എനിക്ക് ഏറ്റവും വലിയ ഉപദേശകനായി എന്റെ തലമുടിയും എന്റെ താടിരോമങ്ങളും നരച്ചു തുടങ്ങിയിട്ടുണ്ട്. മരണത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്റെ ശരീരത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ യുവാവായിരുന്നു, ഇന്നലകളിൽ വരെ യുവാവായിരുന്ന ഞാൻ ഇന്ന് തലയിലെയും താടിരോമങ്ങളും നരച്ചതിന്റെ കാരണത്താൽ ഇനി മരണത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നിന്റെ ആവശ്യം എനിക്കില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ കേൾക്കുന്നത്? പതിയാങ്കരയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ജനങ്ങൾ അറിയാതെ തന്നെ പതിയിരുന്നു കൊണ്ട് മോശപ്പെട്ടതാകുന്ന സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ സജീവമാക്കുന്ന സഹോദരങ്ങളില്ലേ? തലമുടി നരച്ചിട്ടും താടിരോമം നരച്ചിട്ട് പോലും അത് കറുപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്നവരല്ലേ? ഷാഫി മദ്ഹബിൽ ശക്തമായ ഹറാമാണ്, നിഷിദ്ധമാണ് താടി കറുപ്പിക്കൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നിട്ട് ചായം കൊടുക്കാണ് കറുപ്പ് കൊണ്ട് ഇന്നും പലരും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. യഥാർത്ഥ രൂപത്തിൽ പുറത്തിറങ്ങിയ പെണ്ണുങ്ങൾ വരെ ഇട്ടേച്ചു പോകും ആ കോലത്തിലാണ്. എന്നാലും കറുപ്പിക്കും ഹാജിയാര്. 50-60 കഴിഞ്ഞിട്ട് ഇപ്പോഴും നര കറുപ്പിച്ചുകൊണ്ട് നടക്കാൻ. മൈലാഞ്ചി കൊണ്ട് ചായം പൂശാൻ പ്രശ്നമല്ല, കറുപ്പിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും അത് ചെയ്യുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനാണ് ആദ്യമായി
ആദ്യമായി ലോകത്ത് നര കണ്ടത്. അല്ലാഹുവിനോട് ചോദിച്ചു, മഹാനായ അല്ലാഹ്, ഇതെന്താണ് അല്ലാഹുവേ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഹാദിഹി വഖാർ, ഇത് ഗാംഭീര്യമാണ് ഉമറേ, ഗാംഭീര്യമാണ് ഖലീലേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഇത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. വഖാർ, വഖാർ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സിദ്നി വഖാറാ, അല്ലാഹുമ്മ സിദ്നി വഖാറാ. എന്റെ ഈ താടിരോമം നരബാധിച്ചത് അത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. ആഖിറത്തിൽ അത് പ്രകാശിക്കുന്നതാണ്. അതിലൂടെ ഉന്നതമായ പ്രതിഫലം കിട്ടുന്നതാണ്. എങ്കിൽ എന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങൾ മുഴുവനും നീ ഗാംഭീര്യം കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് കൈതലത്തിടേണ്ട താമസം ശരീരമാസകലം രോമകൂപങ്ങൾ നിറയ്ക്കുകയാണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമാണ്. മനസ്സിലാക്കണം. ആര് ദുആ ചെയ്തു? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മളോ ഒരു നര കാണുമ്പോൾ അതൊക്കെ കത്രിയിട്ട് മുറിക്കുകയാണ്. കണ്ണാടിയുടെ മുന്നിൽ 1 മണിക്കൂറായി. മുറിക്കുന്നോറും പിന്നെ 2 ദിവസം കഴിയുമ്പോൾ 5 എണ്ണം വേറെ. യാ അല്ലാഹ്, അസ്സലാമു അലൈക്കും. പിന്നെ അത് മുറിച്ചു കൊടുന്ന് നോക്കുമ്പോൾ വീണ്ടും വരുന്നു. അവസാനം നോക്കിയപ്പോൾ കറുപ്പെല്ലാം കൂടെ ചേച്ച് വരികയാണ്. ലോകത്താദ്യമായി നരവെ കറുപ്പിച്ചത് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റംസീസ് രണ്ടാമൻ, കഴിഞ്ഞ വർഷം നമ്മൾ അവനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. അവനെ നശിപ്പിച്ചതാകുന്ന ദിവസമാണ് യൗമ അശ്വറ. അവനെ നശിപ്പിച്ച് ഇല്ലായ്മയാക്കിയ ദിവസമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെയും പരിവാരങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ആശുറ. ഒരുപാട് മഹത്വം നിറഞ്ഞ ദിവസമാണ്. അതിലേക്ക് വരാം. മറ്റു വിഷയങ്ങൾ സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് നര എന്ത് ചെയ്യാൻ പാടില്ല? കറുപ്പിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോ. ദുആനൊന്നും ഇജാബത്ത് ഉണ്ടാവൂല, വുളൂ തന്നെ ശരിയാവൂല ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ. വുളൂ ചെയ്തെങ്കിൽ പിന്നെ എങ്ങനെ നിസ്കാരം ശരിയാവും? പിന്നെ എങ്ങനെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടും? അതുകൊണ്ട് ഹറാമായ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ ഏർപ്പെടരുത്, ഏർപ്പെടാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോ. സഹോദരങ്ങൾ, ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. മൈലാഞ്ചിയിടൽ സുന്നത്താണ്, അനുവദനീയമാണ്. അതല്ലാത്തത് പാടില്ല, അർപ്പിക്കാൻ പാടില്ല. നിൽക്കട്ടെ, അതൊരു മറ്റൊരു വിഷയം. മറ്റൊരിക്കലും ഇൻഷാ അല്ലാഹ് സംവദിക്കാം. ഞാൻ ഒന്ന് ചൂണ്ടിയെന്നു മാത്രം, അതിലേക്കൊന്ന് പറഞ്ഞു ഒന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും അത്തരത്തിലുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. 3 വിഭാഗം ആളുകളെയാണ് ആഖിറത്തിൽ വലിയ അദാബ് സയ്യിദുനാ റസൂലുള്ളാഹി. അതിൽ പെട്ടതാണ് പ്രായമേറെയുള്ളതാകുന്ന ആളുകൾ. സ്വന്തം കുടുംബത്തിൽ തെറ്റ് കണ്ടിട്ടും പരിപൂർണമായി അതിനെ സമ്മതിച്ചു കൊടുക്കുന്ന പ്രായം ചെന്നതാകുന്ന ആളുകളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രായമുള്ള വാപ്പ ഉമ്മ സ്വന്തം കുടുംബത്തിൽ വലിയ തെറ്റ് മക്കൾ ചെയ്യുന്നു. മക്കൾ അന്ധകാരത്തിലേക്ക് പോകുന്നു, അരാജകത്വത്തിലേക്ക് പോകുന്നു, വഴിവിട്ട രീതിയിലുള്ള ശൈലിയിലേക്ക് പോകുന്നു. എപ്പോഴും അശ്ലീലത കുടുംബത്തിൽ തളം കെട്ടി നിൽക്കുന്നു. വാപ്പയും വല്ലിപ്പയും ഒന്നും തടയുന്നില്ല. എങ്കിൽ ഏറ്റവും വലിയ തെറ്റുകാരാണ് അവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിച്ചോ. നമ്മുടെ കുടുംബത്തിലൊക്കെ അത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോഴും കടന്നു വരാറുണ്ട്. അപ്പായും ഉമ്മായൊക്കെ മിണ്ടാതിരിക്കാൻ, തെറ്റുകുറ്റങ്ങൾ മക്കൾ ചെയ്യുന്നത് കണ്ടിട്ട് അനങ്ങുന്നില്ല, അനങ്ങാപ്പാറയായി നിൽക്കുന്നു. പാടില്ല. തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ വ്യക്തമായ രീതിയിൽ പ്രതികരിക്കണം. നാവ് കൊണ്ട് പറയാൻ പറ്റുന്നവർ നാവ് കൊണ്ട് പറയണം. കൈ കൊണ്ട് തടയാൻ പറ്റുന്നവർ മക്കളെ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് അതിനെ പരിപൂർണമായി തടയിടണം. ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിതൊന്നും ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുക മാത്രമല്ല, അതിൽ ഭക്ഷണം വിളമ്പുമ്പോൾ 1-ാമത്തെ സഫിൽ ഇരുന്നിട്ട് വല്യപ്പയിരുന്ന് അടിക്കുക നല്ല റാഹത്തായിട്ട്. അതുകൊണ്ട് അതൊക്കെ വളരെയേറെ തെറ്റാണ്. ഏറ്റവും വലിയ പാതകമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും. മൻ അമില സാലിഹാ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. من عمل
صالحا من ذكر وأنثى فلنحيينه حياة طيبة. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ആണാവട്ടെ പെണ്ണാവട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ നിലകൊള്ളുകയും അടിയുറച്ച് ഇസ്ലാമിൽ വിശ്വസിക്കുകയും നല്ല സൽക്രമങ്ങൾ കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, ഫലനുഹയ്യന്നഹു ഹയാത ത്വയ്യിബത, വളരെ സന്തോഷകരമാകുന്ന സംശുദ്ധമായ ജീവിതം അല്ലാഹു അവർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നല്ല അടിപൊളി ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും അങ്ങനെയല്ലേ ആഗ്രഹിക്കും? നല്ല ജീവിതം, നല്ല കുടുംബം, നല്ല റാഹത്തായ ജീവിതം, സന്തോഷകരമായ ജീവിതം, പട്ടിണിയില്ലാത്ത അല്ലലില്ലാത്ത, ഒരാളുടെ മുന്നിൽ ഒരു 10 രൂപയ്ക്ക് വേണ്ടി യാചിക്കാണ്ടാത്ത നല്ല ഒരു അവസ്ഥാവിശേഷം ഞങ്ങൾക്കുണ്ടാവണം. എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഇല്ലേ? അള്ളാഹു പറയുന്നു, ആണാവട്ടെ പെണ്ണാവട്ടെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ച് വിശ്വസിച്ച് നല്ല അമൽ ചെയ്ത് സൽക്രമം ചെയ്ത് മുന്നേറിയാൽ അള്ളാഹു ഉറപ്പായിട്ടും അത് തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറപ്പായിട്ടും തരും. മോശപ്പെട്ട ഇതാൽ അനുസരിച്ച് കിട്ടും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വീടുകളിൽ പ്രയാസം? സാമ്പത്തികമായ മാന്ദ്യം എന്നുകൊണ്ടാണ്. നമ്മൾ പറയും കോവിഡ് വന്നത് മുതൽക്കാണ്, നോട്ടിന്റെ നിരോധനം വന്നത് മുതൽക്കാണ്. അല്ല, അത് മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ ശൈലി താളം തെറ്റിയിരിക്കുന്നു. നീ മുമ്പ് ദുഹാ നമസ്കരിച്ചവനാണ്, മുമ്പ് മഗ്‌രിബിന് ശേഷം അവ്വാബി നമസ്കരിച്ചവനാണ്, സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചവനാണ്, ളുഹറിന്റെ സുന്നത്ത് നമസ്കരിച്ചവനാണ്, അസറിനും ഇശാഇനും ഒക്കെ സുന്നത്തുകൾ ശ്രദ്ധിച്ചവനാണ്, വിത്ർ നമസ്കാരം മുറ പോലെ കൊണ്ടുവന്നവനാണ്, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയവനാണ്, ആശുറാഇന്റെ സുദിനത്തിലൊക്കെ പാവപ്പെട്ടതാകുന്ന കുടുംബാദികളെ നോമ്പ് തുറ സൽക്കാരം നടത്തിയവനാണ്. ഇന്ന് എല്ലാ സുഹൃതങ്ങളിൽ നിന്നും നീ ഓടി ഒളിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നിറച്ചു. ധാരാളം പരീക്ഷണം. ഇപ്പൊ പൊടുന്നനെ ഒന്നൊന്ന് വരികയാണ്. ഒരാളുടെ രോഗം ഒന്ന് ശമനം വന്നു കഴിയുമ്പോൾ അടുത്തത്, മക്കളുടെ രോഗം ഒന്ന് ശമനപ്പെട്ട് വന്നു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് അസുഖം, അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും അടുത്ത ബുദ്ധിമുട്ട്, സാമ്പത്തികമായ പ്രതിസന്ധി, ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കണം. അല്ലേ? ശരിയല്ലേ? നമ്മുടെ ജീവിത ക്രമം ഒന്ന് ചിട്ടപ്പെടുത്തണം, ഒന്ന് സിസ്റ്റമാക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ഹിജറയുടെ കലണ്ടർ അല്ലാഹു നൽകി. ആ കലണ്ടറിന് പ്രകാരം നിന്റെ ജീവിതത്തെ ഒന്ന് കൃത്യമാക്കി. ഈ ഒരു വർഷം ഹിജറ വർഷം 1446 അതിനുള്ളതാവട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരു പുതുവർഷം തുടങ്ങിയിരിക്കുകയാണ്. നല്ലൊരു വർഷം തുടങ്ങി. നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിനക്ക് സാധിക്കണം. ഈ വർഷത്തിൽ കഴിഞ്ഞ ഒരു വർഷം നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും വല്ല ഖേദമുണ്ടോ? ജീവിതത്തിൽ ഒരു ആയുസ് കൊഴിഞ്ഞു പോയിട്ട് ആർക്കെങ്കിലും വല്ല ദുഃഖമുണ്ടോ? ആരെങ്കിലും ഒരു പുതുവർഷ പുലരിയിലേക്ക് എത്തി എന്നുള്ള ചിന്തയുണ്ടോ? ഏതെങ്കിലും ഒരു സഹോദരൻ, ഒരു മുസ്ലിം മറ്റൊരു സഹോദരന് കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, എല്ലാ പുതുവർഷത്തിലും ഇതുപോലെ ഒരു ആശംസയുടെ വചനം ഏത് മുസ്ലിം ഏതൊരു മറ്റൊരു സഹോദരന് പറയുന്നുണ്ട്. നമ്മളാരും അറിഞ്ഞിട്ട് പോലും ഇല്ല. പലരും ഇപ്പോഴാണ് ശ്രദ്ധ തന്നെ ചെലുത്തുന്നത് ഇതൊരു പുതുവർഷമാണെന്ന് അറിയുന്നത്. നമ്മളെപ്പോഴും ഡിസംബർ 31, ഡിസംബർ മാസം 30 അതൊക്കെയാണ് ഏറ്റവും വലിയ സംഭവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 30 എത്താൻ വേണ്ടി എല്ലാവരും വ്യഗ്രതയോടുകൂടി കാത്തിരിക്കുക. ന്യൂ ഇയറിന്റെ ആഘോഷമായി അതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ഒരു പുതുവർഷത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വരവേൽക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. മുഹറം മാസം അങ്ങനെയാണ്. 1 മുതൽ 10 വരെയുള്ള ദിവസം ശക്തിമത്തായ സുന്നത്താണ് നോമ്പ് നോൽക്കൽ. അതിശക്തിമത്തായ സുന്നത്താണ്. 30 ദിവസം നോമ്പ് സുന്നത്തുണ്ട്. മുഹറം മാസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് നാഥനാകുന്ന റബ്ബിലേക്ക് പാപമോചനത്തിന് തേടി നല്ല ഒരു നാളേക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മളിൽ എത്ര പേർ അങ്ങനെ തയ്യാറായി എന്നാണ് എന്റെ ചോദ്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര പേര് തയ്യാറായി? നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വഇദാ ഖീല ലഹു തഖില്ലാഹ് വഇദാ ഖീല ലഹു തഖില്ലാഹ്
അള്ളാഹുവിനെ പേടിക്കണേ, പടച്ച റബ്ബിനെ ഭയപ്പെടണേ എന്ന് ഈ ദുനിയാവിൽ ഫനായി ഫസാദും ഉണ്ടാക്കി നടക്കുന്ന ആളുകളോട് പറയപ്പെട്ടാൽ, ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ, ഈ ദുനിയാവിൽ കള്ളുകുടിച്ചുകൊണ്ട്, ഈ ദുനിയാവിൽ വ്യഭിചരിച്ചുകൊണ്ട് പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളും സർവ്വതാകുന്ന ആസ്വാദനങ്ങളും ആസ്വദിച്ചുകൊണ്ട് അടിച്ചു പൊടിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്ന മനുഷ്യനോട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണേ. പതിയാങ്കര പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നത് കേട്ടില്ലേ? ആ ബാങ്ക് മുഴങ്ങുമ്പോൾ അവ്വൽ വഖത്തിൽ നമസ്കരിക്കണേ. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള മുഅദ്ദിനിന്റെ ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കേൾക്കുമ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് അവ്വൽ വഖത്തിൽ ജമാഅത്തിൽ ശ്രദ്ധിക്കണേ എന്ന് പറയപ്പെട്ടാൽ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഈ ദുനിയാവിൽ മോശത്തരം ചെയ്യുന്ന ആളുകളോട് പറയപ്പെട്ടാൽ, അഖദതുഹുൽ ഇസ്സതു ബിൽ ഇസ്ം, ആ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവൻ അഭിമാനത്തിന്റെ വർത്തമാനം പറയുകയാണ്. അവനൊരു കൂസലുമില്ല. പള്ളി കയറാത്ത മനുഷ്യനെ വിളിക്കാൻ പള്ളി കയറാൻ വാജിയാര് ഉടനെ അവൻ നീ എന്നാണ് പള്ളി കയറാൻ തുടങ്ങി ഈ സൈസ് ചോദ്യം ചോദിക്കുന്ന ആളുകൾ. മുമ്പ് അങ്ങനെയല്ല, മുമ്പ് വിനയത്തോടെ കേട്ടിരിക്കും, ഞാൻ വരാം. അപ്പൊ അങ്ങനെയല്ല. ഹാജിയാര് നിങ്ങൾ എന്ന പോലെ പള്ളി കയറാൻ തുടങ്ങി, എടാ വാപ്പ എന്ന പോലെ പള്ളി കയറാൻ തുടങ്ങി, ഈയാണോ പള്ളി കയറാൻ ചോദിക്കുന്നത്? എന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ട് തട്ടിക്കേറുക. തെറ്റിലൂടെയുള്ളതാകുന്ന അഭിമാനം അവനെ പിടികൂടും. അള്ളാഹ് പറയാണ്, അള്ളാഹ് കറക്റ്റ് ആയിട്ട് അള്ളാഹു നമുക്കിറക്കിയ ആയത്ത് പോലെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത് ആർക്കിറക്കിയതാ? അഹ്നസുമിന് ശരീക്ക് ലഅനത്തുല്ലാഹി അലൈഹി, അവനിൽ ഇറക്കിയ ആയത്താണ്. പക്ഷെ നോക്കുമ്പോ ആയത്ത് നമുക്ക് ഇറക്കിയതുപോലെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവനോട് പറയാൻ അള്ളാഹുവിനെ പേടിക്കണേ, പടച്ച റബ്ബിനെ ഭയപ്പെടണേ, നീ ദീനനുസരിച്ച് ജീവിക്കണേ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറന്നുകൊണ്ട് നടക്കാതെ ജുമുഅയ്ക്കും ജമാഅത്തിനും ഒക്കെ അവ്വൽ വഖത്ത് ശ്രദ്ധിക്കണേ എന്ന് പറയപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ സഹോദരിയോട് പറയപ്പെട്ടാൽ, സഹോദരിമാരുണ്ടല്ലോ ഇഷ്ടംപോലെ ആളുകൾ ഫനായും ഫസാദിനും നേതൃത്വം കൊടുക്കുന്ന സഹോദരിമാർ ധാരാളമുണ്ട്, പലരുമുണ്ട്. രാവിലെ ഇറങ്ങും ഒരുങ്ങി എങ്ങോട്ടെങ്കിലും ജോലിക്കാണെന്ന് പറഞ്ഞ്, എന്നിട്ട് എന്താ പരിപാടി? ഇനി വീട്ടിൽ തന്നെ ഇരുന്നാലും അയൽവക്കത്തുള്ള ആളുകളുമായിട്ട് എന്താ പരിപാടി? ഫനായും ഫസാദിലും ഏർപ്പെടുക, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, വെറുതെ നാക്ക് വെറുതെ ഇട്ടുകൊണ്ടുള്ള ഒരു ശീലം പല സഹോദരിമാർക്കും ഇല്ല. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയുന്നത്? ഖുർആനും ദിക്റുമാണെങ്കിൽ പ്രശ്നമല്ല, നാവ് കൊണ്ട് ചലിപ്പിച്ചിട്ട് പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലിയിട്ട് പരിശുദ്ധമായ രാവിലെ പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് പാപമോചനത്തിന് തേടുകയാണെങ്കിൽ പ്രശ്നമല്ല. മറിച്ച് നാവ് കൊണ്ട് ഫനായും ഫസാദിലും ഏർപ്പെട്ടുകൊണ്ട് അയൽവാസികളെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, കൂട്ടുകാരെ കുറിച്ച്, കൂട്ടുകാരികളെ കുറിച്ച്, ബന്ധുമിത്രാദികളെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, സമൂഹത്തിലുള്ളതാകുന്ന ഉയർന്നതാകുന്ന ഉമറായിനെ കുറിച്ച്, ഉലമാക്കളെ കുറിച്ച് ഫനായും ഫസാദിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ ധാരാളമാണ്. അവരോട് പറയാൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങളുടെ ആഖിറം മോശമാവൂന്ന് പറഞ്ഞാൽ അഖദതുഹുൽ ഇസ്സതു ബിൽ ഇസ്ം. അല്ലാഹ് പറയാൻ അവരുടെ അഭിമാനം കൊണ്ട് ആ തെറ്റോടൊപ്പം തന്നെ അവർ നിലകൊള്ളും. അവർ മൈൻഡ് ചെയ്യൂല, ആ വാക്കൊന്നും അവർ ചെവിക്കൊള്ളൂല. അതുകൊണ്ടുണ്ടാകുന്ന നാശം എന്താണ്? വലബിഅസൽ മിഹാദ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫഹസ്ബുഹു ജഹന്നം. അവർക്കുള്ളതാകുന്ന അഭയകേന്ദ്രം അത് നരകമാണ്, നരകമാണ്. ജഹന്നം 7 നരകങ്ങളിൽ പ്രധാനമായ ഒരു നരകമാണ് ജഹന്നം. നരകം എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. എണ്ണുന്നില്ല. ഹാവിയ ഒരു നരകമാണ്, ലള ഒരു നരകമാണ്, ജഹീം മറ്റൊരു നരകമാണ്. ഇതൊക്കെ ഒരു നരകത്തിന്റെ പേരുകളാണ്. ഇപ്പൊ ഏതാ നരകം? ജഹന്നം. എന്താ ജഹന്നമിന് ജഹന്നം എന്ന് പേര് വെക്കാൻ കാരണം? സുമ്മിയ ജഹന്നമു ലിഅന്നഹു യതജഹമു വജൂഹർ റിജാലി വന്നിസാ. മുഫസ്സിരികൾ രേഖപ്പെടുത്തുന്നു, ജഹന്നമിന് ജഹന്നം എന്ന് പേര് വെക്കാൻ കാരണം ലിഅന്നഹു യതജഹമു വജൂഹർ റിജാലി വന്നിസാ. വൻ പാപികളാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടതാകുന്ന ജനങ്ങളിൽ വൻ പാപികളാകുന്ന ആളുകളുടെ മുഖകമ്മലങ്ങൾ
മുഖത്തിന്റെ ചർമ്മങ്ങളെ, മാംസങ്ങളെ തീനാളം വന്നുകൊണ്ട് കരിച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ തൊലിയും നമ്മുടെ ചർമ്മവും നമ്മുടേതാകുന്ന മാംസങ്ങളും ഒക്കെ ആ തീനാളം വന്ന് കരിച്ചു കളയും. അതുകൊണ്ടാണ് ജഹന്നമിന് പേര് വെക്കാൻ കാരണമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്താണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ ജഹന്നമിലേക്കാണ് ഇത്തരക്കാരുടെ വാസം. ആരുടെ? ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ഫനായും വസാദും പറഞ്ഞ് നടക്കുക, ദീനിന് ഒരു ഗുണവും ഇല്ല അങ്ങനത്തെ ആളുകൾ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ അവരിൽ ഉൾപ്പെടരുത്. രണ്ട് കൂട്ടരെയാണ് സൂറത്തുൽ ബഖറയിലെ 204 മുതൽ 207 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്. നമ്മളിപ്പോ എത്ര ആയത്തോതി? 204, 205, 206. ഈ 3 ആയത്തുകൾ ആരെ ബേസ് ചെയ്തിട്ടാണ്? അഖ്നസ് ഇബ്നു ശരീഖ് ലഅനത്തുല്ലാഹി അലൈഹി അവരെ ബേസ് ചെയ്തിട്ടാണ്. ആ കൂലത്തിൽ നമ്മൾ ആകരുത്, അതിനാണ് ഈ പറയുന്നത്. ഇനി 27-ാമത്തെ ആയത്ത്, അക്കൂട്ടത്തിൽ നമ്മൾ പെടണം. അതാണ് ഹിജറ. മക്കത്ത് നിന്ന് മദീനയിലേക്ക് സർവ്വതും വെടിഞ്ഞുകൊണ്ട് ഒരാൾ യാത്ര തിരിച്ചു. അദ്ദേഹത്തിന്റെ വിഷയത്തിലിറങ്ങിയ ആയത്താണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ വചനം. അതാണ് ഹിജറ. ഹിജറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹിജറ എന്ന് പറഞ്ഞാൽ ഹജിർ. ഹജിർ എന്ന വാക്കിലാണ് ഹിജറ. ഹിജർ എന്ന് പറഞ്ഞാൽ സർവ്വതും വെടിയുക. അത്തറുക്കു, സർവ്വതും വെടിയുക എന്നുള്ളതാണ്. സുഹൃത്താണ്, ഒരർത്ഥത്തിൽ പരിത്യാഗമാണ്. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു പറഞ്ഞതനുസരിച്ചുള്ള സംശുദ്ധമായ ജീവിതം നയിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സുഹുദു അഫ്ളലു മൻസിബിൻ ബഅദ തുഖാ വബിഹി യനാലു മഖാമ അർബാബിൽ ഉലാ. അസ്സുഹുദു അഫ്ളലു മൻസിബിൻ ബഅദ തുഖാ വബിഹി യനാലു മഖാമ അർബാബിൽ ഉലാ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന തഖ്വ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ളതാകുന്ന ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതാണ് സുഹദ്, പരിത്യാഗമെന്ന് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി സർവ്വതും വെടിയുകയാണ്, പടച്ച റബ്ബിനെ സംതൃപ്തിക്കാണ് ചെയ്യുന്നത്. വബിഹി യനാലു മഖാമ അർബാബിൽ ഉലാ. അതിലൂടെ ഏറ്റവും ഉന്നതമാക്കപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ സാധിക്കുന്നതാണ്. പരിയാങ്കര ഉസ്താദ് എത്രയോ മഹനീയമാകുന്ന ജീവിതം നയിച്ച ഉന്നതനായ വ്യക്തിത്വമാണ്. ഈ പറഞ്ഞ രീതിക്കുള്ള പരിത്യാഗം നമ്മൾ നേർക്ക് നേരെ അവിടുത്തെ ജീവിത ശൈലിയിലൂടെ കണ്ടതല്ലേ, ആസ്വദിച്ചതല്ലേ. അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തനെ അല്ലാ. അവിടുത്തെ ഉറൂസ് കൃത്യമായി വർഷാവർഷം മുടങ്ങാതെ വളരെ വിപുലമായ നിലയിൽ നടത്തുന്നതാകുന്ന പരിപാലക സമിതികൾ, അതിലേക്ക് പരിപൂർണമായ സംഭാവന നൽകുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സഹോദര സഹോദരിമാര് സർവരെയും നീ കബൂലാക്കണേ അല്ലാ. നാട്ടിലുള്ള മുഅ്മിനീങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്, പ്രവാസികളാകുന്ന സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറു ബറകാത്തുകൾ ചൊരിയണേ അല്ലാ.